ഞാൻ അത്യാവശ്യമായി ആ ശങ്കരനെ കണ്ട് തേങ്ങ അടിക്കാനുള്ള വഴി നോക്കട്ടെ. എടാ നീ കറക്റ്റ് സ്ഥലത്താ വന്ന് വിട്ടിരിക്കുന്നേ. നീ ഒരു ശങ്കരനെ വിളിക്കണ്ട. പിന്നെ തേങ്ങ നിങ്ങളിട്ട് വരുവോ? എടാ തേങ്ങ വസുമതി ഇടും. വസുമതിയോ? അതാര്? നീ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവരങ്ങളൊന്നും അറിയുന്നില്ലേ? ഇവിടെ നമ്മുടെ ചന്ദ്രേട്ടൻ പുതിയ സ്ഥാപനം തുടങ്ങി, വസുമതി വി ഹെൽപ്പ് സെന്റർ. തേങ്ങ ഇടണോ? ചാണകം ഇടണോ? അല്ലല്ല, ചാണകം വാരണോ? പ്ലംബിംഗ് വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക്, ടൈൽസ് വർക്ക്, മേസ്തിരി പണി, അങ്ങനെ എന്തു പണിക്കും ഏത് സഹായത്തിനും വസുമതി. അത് മതി. അതങ്ങനെ ഭാര്യയുടെ പേരല്ലേ? ആ ഒരൊറ്റ കുഴപ്പേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാ. എന്നാ പിന്നെ എന്റെ തേങ്ങ ഒന്ന് ഇടിച്ചതാ. ഒരു തേങ്ങയ്ക്ക് 10 ഓട് വെച്ചാ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ദേ ഇപ്പൊ ഇടിച്ചു തരാം. ഇതൊക്കെ ഈസി അല്ലേ? ദേ തങ്കപ്പനെ വിളിക്കാം. ആ ഇട തങ്കപ്പ, ഒരു തെങ്ങ കയറി 3-5 തേങ്ങ ഇടണം. നീ എപ്പോ വരും? കേട്ടോ, വസുമതിയുടെ ഊർജ്ജസ്വലനായ പണിക്കാരൻ തങ്കപ്പൻ തലയോലപ്പറമ്പ്. അണ്ണാ, എനിക്കൊരു പ്രശ്നമുണ്ട്. എനിക്ക് തെങ്ങി കയറാൻ അറിയാവുള്ളൂ, ഇറങ്ങാൻ അറിയാൻ പാടില്ല. എന്താ? എനിക്ക് തെങ്ങി കയറാൻ കുഴപ്പമില്ല, പക്ഷെ ഇറങ്ങാൻ പറ്റില്ലെന്നേ. അതിന് നീ ഇറങ്ങണമെന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധവും ഇല്ല. നിനക്ക് കയറി തേങ്ങ ഇട്ട് തരാൻ പറ്റുമോ? അതാ പറഞ്ഞത്, എനിക്ക് തെങ്ങി കയറുമ്പോ പ്രശ്നമില്ല, മോളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. താഴെ നിന്ന് കുത്തിയിട്ട് തന്നാ മതിയോ? ഞാൻ അങ്ങോട്ട് വന്നാൽ നിനക്കിട്ടൊരു കുത്തു വെച്ച് തരും. കേറാൻ അറിയാം, ഇറങ്ങാൻ അറിയാൻ മേലെന്ന്. നിനക്ക് തെങ്ങി കയറാനായിട്ടൊരു ലിഫ്റ്റ് വെച്ച് തരാടാ. വസുമതിയുടെ പേര് പറയാൻ. ഞാനേ തെങ്ങ കയറിയ ഇറങ്ങാൻ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഓരോരോ സഹായമായിട്ട് വന്നേക്കുന്നു. വസുമതി അത് കേട്ടപ്പോഴേ മതിയായി. ശരിക്കും ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലടോ. ഞാൻ ശശിയാണ്, ശശി. തന്നെ ശശിയാക്കിയത് ഞാനാണോ? താൻ കാര്യം പറയടൂ. അതെ, നമ്മുടെ മധുസൂദനൻ ചേട്ടൻ ഒരു ആക്സിഡന്റ്. ആക്സിഡന്റ് നമ്മുടെ മധുസൂദനൻ ചേട്ടനോ? ആ, ഇന്നലെ കൂടി കണ്ടതാണല്ലോ. മനുഷ്യന്റെ കാര്യല്ലേ, ഇത്രയൊക്കെ ഉള്ളൂ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇപ്പൊ കേൾക്കുന്നതൊക്കെ മരണം. ഒന്ന് മിണ്ടാതിരിയടൂ, പറയുന്നു ഒന്ന് കേൾക്കട്ടെ. അതെ, ഒരു വെളുത്ത തുണിയും വെളുത്ത ഷർട്ടും വിക്രം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാവോ? ചാർജും തീർന്ന്. സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ. സീരിയസ് ആണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ആള് പോയിട്ടുണ്ട്. അതല്ല വെളുത്ത തുണി ചോദിച്ചത്. അപ്പൊ അതെന്തിനാ? ബോഡി വെളുത്ത തുണിയിലല്ലേ പുതപ്പിച്ച് കിടത്തുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാനായിരിക്കും. അല്ല, നമ്മളിപ്പോ എന്ത് ചെയ്യണം? കൊണ്ടുപോയിരിക്കുന്നത് വിക്രം ആശുപത്രിയിലേക്കല്ലേ? അവിടെ കൊണ്ടുപോയിരിക്കുന്ന ആരെങ്കിലും ജീവനോടെ തിരിച്ചു വന്നിട്ടുണ്ടോ? ജനങ്ങൾക്കിടയിൽ വി ഹെൽപ്പിന്റെ ഗുണം എന്താണെന്ന് ഈ സംഭവത്തോടു കൂടി നാട്ടുകാർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കണം. മധുസൂദനന്റെ അടക്കം നമ്മൾ വി ഹെൽപ്പ് നടത്തി കൊടുക്കും. പന്തലുകാരെ വിളിക്കണം, പിന്നെ ബോഡി കത്തിക്കാനുള്ള ആൾക്കാരെ വിളിക്കണം, കർമ്മം ചെയ്യാനുള്ള തന്ത്രിയെ വിളിക്കണം. തന്ത്രിയെ വിളിക്കുമ്പം പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിച്ചോണം, മന്ത്രിയെ വിളിക്കരുത്. തന്ത്രി അടക്കം എത്ര മണിക്ക് വെക്കണം? ഒരു 5 മണിക്ക് വെക്കാം. ഇനി അവിടെ ചെന്ന് ചേച്ചിയോട് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. ഞാനിതെങ്ങനെ സഹിക്കുമോ? കേസിന്റെ കാര്യത്തിനായിട്ട് പോയ ആള് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. ദൈവമേ, അയ്യോ എന്നെ മധുവേട്ട, എനിക്കിനി ആരുണ്ടോ? എന്തിനും വി ഹെൽപ്പ് ഉണ്ടെന്ന് പറയടാ. അവര് മരിച്ച വീടാണെന്ന് നോക്കിയ ചെരവയ്ക്കടിക്കും. ഒരു കഥ പറയാ, ഒരു കഥ പറയാ, ഒരു കഥ പറയാ.